എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് പ്രതിസന്ധികളും അപ്രതീക്ഷിതമായ ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ വിശ്വസിക്കുക. നിന്റെയും എന്റെയും വിശ്വാസത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് പരിശോധിക്കാനാണ് ഈ സഹനങ്ങളും പ്രതിസന്ധികളും ദൈവം തരുന്നത്. അതാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. അമ്മ ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പതറിപ്പോയില്ല, തളർന്നില്ല. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദുരന്തങ്ങൾ കടന്നു വരുമ്പോ പ്രവാചകന്റെ പുസ്തകം 39:16 പറയുന്നു, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അതെല്ലാം അത്യുത്തമമാണ്. അത് ദൈവം പറഞ്ഞതൊക്കെ തക്ക സമയത്ത് നടക്കും. കൽപ്പനകൾ അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കപ്പെടും. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കാൻ നമുക്കൊരു അവകാശവുമില്ല. എല്ലാം യഥാസമയം വെളിവാകുമെന്ന് പറയുമ്പോ സമയത്തിന്റെ തികവില് എല്ലാം നിറവേറ്റപ്പെടും. പരിശുദ്ധ അമ്മയെ പോലെ നമ്മൾ വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയെ പോലെ നമ്മൾ കാത്തിരിക്കണം. ഇനി ചിന്തിക്കുക, നമ്മുടെ പ്രാർത്ഥനയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാ. ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ വരുമ്പോ നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നു, പ്രാർത്ഥന നിർത്തുന്ന മനുഷ്യരുണ്ട്. ഒരു മനുഷ്യന് ഒരിക്കല് പ്രാർത്ഥിക്കുകയാണ്, ഒരു ഇന്റർവ്യൂ പാസ്സാകണം. ആ ഇന്റർവ്യൂ അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ തീർന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ പാസ്സായാൽ ജോലി ഉറപ്പാണ്. എന്ത് ചെയ്തു? ഇന്റർവ്യൂ ഒരുങ്ങുന്ന ദിവസങ്ങളിൽ ഈ മനുഷ്യൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഉപവാസമെടുത്തു, കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു. അങ്ങനെ ഈ മനുഷ്യന്റെ പ്രാർത്ഥനയും ഇവന്റെ വിശുദ്ധീകരണവും ഇവന്റെ പശ്ചാത്താപവും ഒക്കെ കണ്ടപ്പോ ദൈവത്തിന് സന്തോഷമായി. ദൈവം ഒരു കാര്യം തീരുമാനിച്ചു, ഇവൻ ഈ ജോലി പോരാ, ഇതിലും വലിയൊരു ജോലി ഞാൻ ഇവനായി കരുതിയിട്ടുണ്ട് എന്ന് ദൈവം ചിന്തിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു ക്ലൂവും പ്രാർത്ഥിക്കുന്ന ഈ മകന് കിട്ടുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. ഇവൻ ഇന്റർവ്യൂവിന് പോയി, ഇവൻ പാസ്സായില്ല. ഇവൻ ചിന്തിക്കുകയാണ്, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തിനു എന്ന്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക, ഇവിടെ ദൈവം ഇവന്റെ പ്രാർത്ഥന കേട്ടു. ഇവന് വേണ്ടി വലിയൊരു ജോലി അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഇവൻ പ്രാർത്ഥന നിർത്തുകയും പാപത്തിൽ വീഴുകയും ചെയ്താൽ ഇവനായി ഒരുക്കി വെച്ചിരിക്കുന്ന ജോലി വീണ്ടും ഇവൻ നഷ്ടപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയേക്കാം. കാനായിലെ കുടുംബത്തിലേക്ക് തിരിച്ചു വരിക, ഒരുപാട് കണക്ക് കൂട്ടി, എത്ര പേർക്ക് വീഞ്ഞു കൊടുക്കണം, എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കണം, എന്നിട്ടും ആ കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയില്ലേ? പക്ഷെ ഓർക്കുക, ആ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു, ഈശോ ഉണ്ടായിരുന്നു. നമ്മൾ എന്തുമാത്രം കണക്കുകൂട്ടലുകൾ നടത്തുന്നു. നമ്മുടെ മക്കളെ കുറിച്ച്, ഭാര്യയെ കുറിച്ച് ഒരു അപ്പനും അമ്മയും ഒരുപാട് സങ്കടത്തോടെ എന്ന് പറഞ്ഞു വെച്ചാ ഒത്തിരി പ്രതീക്ഷയോടെയാ മകളെ പഠിപ്പിക്കാൻ വിട്ടത്. ഒരുപാട് പൈസ മുടക്കി പഠിപ്പിക്കാൻ വിട്ടു. അവള് ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലായി. ഞങ്ങളുടെ അനുവാദമില്ലാതെ അവന് വിവാഹം കഴിച്ചു. ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ദുഃഖത്തോടെ അടുക്കലേക്ക് വന്ന ആ കുടുംബവുമായിട്ട് സംസാരിച്ചപ്പോ ഒരു കാര്യം മനസ്സിലായി. ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി കുടുംബത്തിൽ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യവുമായി അവൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അവൾ അറിഞ്ഞു തന്റെ അപ്പനും അമ്മയും ഒരുപാട് ദുഃഖിക്കുന്നു. അവൾ തിരിച്ചു വന്നു. എന്റെ പ്രിയപ്പെട്ടവർ 3 പേരും കൂടി എന്റെ അടുക്കൽ വന്നു. സംസാരിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഈ അപ്പനും അമ്മയും മകൾക്ക് എല്ലാം കൊടുത്തു, പണം കൊടുത്തു, പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചില്ല, വചനം പഠിപ്പിച്ചില്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പഠിപ്പിച്ചില്ല. തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ ശക്തിയോ തിരുവചനങ്ങളോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ എത്ര പ്രതിസന്ധികളും തകർച്ചകളും കടന്നു വന്നാലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കാത്തിരിക്കണം. പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. 1-2 വർഷമല്ല, 33 വർഷം പരിശുദ്ധ അമ്മ കാത്തിരുന്നു. എന്നിട്ടും കുരിശിന്റെ വഴിയിലൂടെ നടക്കുമ്പോഴും അവരുടെ വിശ്വാസത്തിന് ഒരു കുലുക്കവും സംഭവിക്കുന്നില്ല. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോ മനസ്സിലാക്കുക, പരീക്ഷിക്കപ്പെടാത്ത വിശ്വാസം ശക്തമായ ഉറപ്പുള്ള വിശ്വാസമല്ല. പരിശുദ്ധ അമ്മ ആരുടെയും പുറകിലേക്ക് അപേക്ഷിക്കാൻ പോയില്ല. പട്ടാളക്കാരോട് പറഞ്ഞില്ല എന്റെ മകനെ അടിക്കല്ലേ എന്ന്. കാരണം പരിശുദ്ധ അമ്മയ്ക്കറിയാം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറുമെന്ന്. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്കൊന്ന് മെച്ചപ്പെടുത്താം, നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും വിശ്വസിക്കാം. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നമ്മുടെ കൂട്ടിലുണ്ട്. നമ്മുടെ സഹനങ്ങളും എളിമപ്പെടുത്തലുകളും ഒക്കെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ നിറയ്ക്കാനാണ്. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കൃപ കൊണ്ട് നിറയ്ക്കാനാ. അപ്പൊ നമ്മളെ മറ്റുള്ളവർ എളിമപ്പെടുത്തുമ്പോ, അപമാനിക്കുമ്പോ അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. കാരണം അവര് കാരണമാ നമ്മൾ ദൈവത്തിന്റെ കൃപയിലേക്ക് അടുത്തത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കാൻ ദൈവം ഉപയോഗിക്കുന്നതാണ് ഈ സഹനങ്ങളും വേദനകളും എന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ് അത് എല്ലാ വിഗ്രഹങ്ങളുടെയും ജീവന്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും
ചെയ്യുന്നതിനായ സർവശക്തമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ പാപ്പയെയും ഇന്നേ ദിവസം നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും സഹായ മെത്രാൻ ആന്റണി വാലുങ്കൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ഞങ്ങളുടെ ജെറോം ചമ്മിക്കോടൻ അച്ഛനെയും സഹകാരിമാരെയും സിസ്റ്റേഴ്സിനെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവജനത്തെ നയിക്കുന്നതിനു വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും ആത്മീയ ചൈതന്യവും നിറച്ച് പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുവാനുള്ള വരം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തിരുനാൾ ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ദേവാലയത്തിൽ ശരണം പ്രാപിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളുടെയും നാനാദേശങ്ങളിലിരുന്ന് ദിവ്യബലിയിലും നൊവേനയിലും പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.